സുനിത വില്യംസ് അടങ്ങുന്ന സംഘത്തെ തിരിച്ചെത്തിക്കാനായി പുറപ്പെട്ട സ്പേസ് എക്സ് ക്രൂ 10 പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയിട്ടുണ്ട്. ഡോക്കിംഗ് പൂർത്തിയായതായി നാസ അറിയിച്ചു. പേടകത്തിലെ സംഘം അല്പസമയത്തിനകം ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കും. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. കാളിദാസൻ, ഏതാനും ദിവസങ്ങളുടെ ദൗത്യത്തിനായാണ് ബുച്ച് വിൽമോറും സുനിത വില്യംസും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്നത്. എന്നാൽ ഈ ഒരു സാങ്കേതിക തകരാറ് മൂലം മാസങ്ങളോളമാണ് അവരവിടെ കഴിച്ചുകൂട്ടുന്നത്. ഒടുവിൽ ആ ശുഭവാർത്ത എത്തുകയാണ്. അവരെ തിരിച്ച് ഭൂമിയിൽ എത്തിക്കുന്നതിനുള്ള ദൗത്യം അതിന്റെ ആദ്യഘട്ടം പിന്നിട്ടിരിക്കുന്നു. ഈ ക്രൂ 10 പേടകം അതുമായി കൂടിച്ചേരുന്ന അല്ലെങ്കിൽ ആ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബാക്കി നടപടികൾ എപ്പോഴത്തേക്കാണ് പൂർത്തിയാവുക? സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന സംഘം തിരിച്ച് ഭൂമിയിൽ എത്തുന്നത് ഏറെക്കുറെ ഏത് സമയത്തായിരിക്കും? വിശദാംശങ്ങൾ. അതുതന്നെയാണ് അതുല്യ. ആദ്യഘട്ടം സ്പേസ് എക്സ് ക്രൂ 10 ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത തന്നെയാണ് വരാൻ സാധിക്കുന്നത്. ഇനി സുനിത വില്യംസിനും ബുച്ച് വിൽമോറും അടങ്ങുന്ന ആ ഒരു 4 സംഘത്തിന്, ക്രൂ 9 സംഘത്തിന് തിരിച്ച് ഭൂമിയിലേക്ക് എത്താൻ അധികം മണിക്കൂറുകളില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ സാധിക്കും. അതിൻ്റെ ആദ്യഘട്ടമായ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായിരിക്കുന്നു. സ്പേസ് എക്സ് ക്രൂ 10 ഇപ്പോൾ ISSുമായി ഡോക്ക് ചെയ്തു, ഒരുമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി രണ്ടാമത്തെ ഘട്ടമായ ഹാച്ചിങ് പ്രക്രിയയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മർമ്മപ്രധാനമായൊരു ഘട്ടം കൂടിയാണ് ഹാച്ചിങ് പ്രക്രിയ എന്ന് പറയുന്നത്. ഡോക്കിംഗ് പ്രക്രിയയെ സംബന്ധിച്ച് അതിന് ചേരുന്നതോടുകൂടി ആ ഘട്ടം അവിടെ പൂർണ്ണമാകുന്നു. എന്നാൽ രണ്ടാം ഘട്ടമായ ഹാച്ചിങ് പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ 2 പേടകങ്ങളിലെയും അന്തരീക്ഷം ഒരേ നിലയിലേക്ക് എത്തിച്ച് കൃത്യമായി സീറോ ഗ്രാവിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹാച്ചിങ് പ്രക്രിയ എന്ന് പറയുന്നത്. ഈ പ്രക്രിയ പൂർത്തിയായാൽ മാത്രമേ ഈ അന്താരാഷ്ട്ര നിലയത്തിൽ നിന്ന് ഈ പേടകത്തിൽ നിന്ന് അന്താരാഷ്ട്ര നിലയത്തിലേക്കും കൃത്യമായി സഞ്ചരിക്കാൻ സാധിക്കൂ. ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ഒരു പ്രക്രിയ പൂർത്തിയാകും എന്നുള്ള വിവരങ്ങൾ കൂടി നാസ അറിയിക്കുന്നുണ്ട്. ആ ഒരു പ്രക്രിയ പൂർത്തിയായതിനു ശേഷം ക്രൂ 10 സംഘം നിലയത്തിലെത്തുകയും അതിനുശേഷം ക്രൂ 9 സംഘത്തിന് ഒരു ഫെയർവെൽ നൽകുകയും ചെയ്യും. അതിനുശേഷം മറ്റ് കാര്യപരിപാടികൾ അല്ലെങ്കിൽ അതിന് കൃത്യമായ സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഇതിനെ സംബന്ധിച്ചുണ്ട്. കാരണം കൃത്യമായി കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത് കൃത്യമായി ഇനി അങ്ങോട്ട് ISSൻ്റെ 6 മാസത്തേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ചുമതലകൾ മൊത്തം ഈ വന്നിരിക്കുന്ന ക്രൂ 10 സംഘത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള അവരുടെ ചുമതലകൾ, ഉത്തരവാദിത്തങ്ങളെല്ലാം കൈമാറേണ്ട ബാധ്യതകൾ കൂടി ക്രൂ 9 സംഘത്തിനുണ്ട്. അതിനുശേഷമായിരിക്കും മാർച്ച് 19 സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ആ ഒരു സംഘം ഭൂമിയിലേക്ക് എത്തുക. വലിയ രീതിയിൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം കൂടിയായിരുന്നു എന്ന് തന്നെ പറയണം. അതുല്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 ദിവസത്തെ ദൗത്യത്തിനായി പോയി, പിന്നീട് അത് 9 മാസം നീളുന്നൊരു സാഹചര്യം എല്ലാം ഉണ്ടായി. ഹീലിയം ചോർച്ചയടക്കം അല്ലെങ്കിൽ ത്രസ്റ്റർ സംവിധാനത്തിലെ സാങ്കേതിക തകരാറടക്കം ഈ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഈ ഒരു ദൗത്യത്തിൽ സുനിത വില്യംസ് അടങ്ങുന്ന ആ ഒരു സംഘം നേരിട്ടിരുന്നു. എന്നിരുന്നാലും വലിയ സങ്കടകരമായ കാര്യങ്ങളൊന്നും ഈ ഒരു 9 മാസ കാലയളവിൽ നിലയത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, അത്തരത്തിലുള്ള ചില വിവാദങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില വാർത്തകളെല്ലാം നമ്മൾ കേട്ടിരുന്നെങ്കിലും വളരെയധികം സന്തോഷവതിയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ആ ഒരു സംഘം എന്നതുകൂടിയുണ്ട്. 62 മണിക്കൂർ ആകാശ നടത്തമെല്ലാം നടന്ന ഒരു റെക്കോർഡെല്ലാം സൃഷ്ടിച്ചിരുന്നു. അവിടെ പച്ചക്കറി വിത്തുകളെല്ലാം പാകുന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു സുനിത വില്യംസിനൊപ്പം തന്നെ ജാക്സയുടെ ആസ്ട്രോനോട്ടായ ഒരു ബഹിരാകാശ യാത്രികൻ കൂടിയുണ്ട്, നാസയുടെ നിഖേഗ് ഉണ്ട്. അതുമാത്രമല്ല, റഷ്യൻ കോസ്മോനോട്ടായ അലക്സാണ്ടർ ഗോർബനോവും കൂടി ഈ ഒരു ക്രൂ 9 സംഘത്തിലുണ്ട്. ഇപ്പുറത്തെ സംഘത്തിലേക്ക് വന്നാൽ, ക്രൂ 10 സംഘത്തിലേക്ക് വന്നാൽ നാസയുടെ 2 ആസ്ട്രോനോട്ടും അതേപോലെ തന്നെ ജാക്സയുടെ ഒരു ആസ്ട്രോനോട്ടും മാത്രമല്ല റഷ്യയുടെ കോസ്മോനോട്ടും കൂടി ഉണ്ട്. അങ്ങനെ 4 അംഗ സംഘമാണ് ക്രൂ 10 ദൗത്യത്തിൻ്റെ ഭാഗമായി പോയിരിക്കുന്നത്. ഇനി ഹാച്ചിങ് പ്രക്രിയ അല്പസമയത്തിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞാൽ പേടകത്തിൽ നിന്ന് നിലയത്തിലേക്ക് അവർ ചെല്ലുകയും ഫെയർവെല്ലും അതുമാത്രമല്ല ഉത്തരവാദിത്തങ്ങളെല്ലാം കൈമാറുന്ന ചുമതലകളിലേക്കെല്ലാം കടക്കുകയും ചെയ്യും. അതിനുശേഷം മാർച്ച് 19 തന്നെ സുനിത വില്യംസിന് തിരിച്ചെത്താനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. നിലവിൽ സാങ്കേതിക തകരാറൊന്നും ഈ പേടകത്തെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക തകരാറൊന്നും ഇതുവരെ ഇല്ല. പക്ഷേ എന്തും സംഭവിക്കാം എന്നുള്ളൊരു മുൻകരുതൽ കൂടി നാസയടക്കം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി നാസ നടത്തിവെക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിനെ സംബന്ധിച്ചൊരു പ്രത്യേകത എടുത്തു പറയാൻ സാധിക്കുന്നത് ഫാൽക്കൺ 9ൻ്റെ 400ാമത് ഫസ്റ്റ് ബൂസ്റ്റ്
എഞ്ചിൻ കൂടിയാണ് അവിടെ ചെന്ന് കൂടിച്ചേർന്നത് എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്രത്തോളം വിജയകരമായ ഒരു ദൗത്യം കൂടിയാണ് ക്രൂട്ടൺ ഇതുവരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ഏറെ നിർണായകം കൂടിയാണ്. ദൗത്യങ്ങൾ ഉത്തരവാദിത്തങ്ങൾ കൈമാറിയ ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങുന്ന ക്രൂ 9 സംഘം മാർച്ച് 19 തന്നെ ഭൂമിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുല്യ. ശരി കാളിദാസ്, എന്തായാലും 8 ദിവസത്തെ ദൗത്യത്തിനായി എത്തുകയും 9 മാസത്തോളം വളരെ നീണ്ട ഒരു കാലം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുകയും ചെയ്തതിനു ശേഷം സുനിത വില്യംസും ബുഷ് വിൽമോറും അടങ്ങുന്ന ക്രൂ 9 സംഘം ഭൂമിയിലേക്ക് തിരിക്കും. 48 മണിക്കൂറുകൾക്കകം അവർ തിരിച്ച് ഭൂമിയിലെത്തും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഡോക്കിംഗ് എന്ന ആദ്യഘട്ടം പൂർത്തിയായി. ഹാച്ചിങ് എന്ന 2ാം ഘട്ടമാണ് ഏറ്റവും സങ്കീർണം. അതുകൂടി വിജയകരമായി പൂർത്തിയാക്കുകയാണെങ്കിൽ ദൗത്യം ഏറെക്കുറെ വിജയം കണ്ടു എന്ന് തന്നെ പറയാം. വാർത്തയുടെ സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കാളിദാസനാണ്.